അല്ല, ഇതാരാപ്പത്? റസിയേ? നിന്നെയൊക്കെ കണ്ടിട്ട് കാലം എത്ര ആയിടി? അപ്പൊ നിനക്ക് ഈ വഴിയൊക്കെ അറിയാലേ? അതെന്താ താത്ത അങ്ങനെ ഒരു വർത്താനം? ഞാൻ എന്തെങ്കിലും തീരെ വരവില്ലേ? അല്ല, ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരെ എനിക്ക് ഒഴിവ് കിട്ടണ്ട താത്ത. ഞാനേ ഉമ്മാനെ ഒന്ന് പോയി കാണട്ടെ. ഉമ്മ എവിടെ? ഉമ്മയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. പോയി കാണ്, കുറെ കാലായില്ലേ കണ്ടിട്ട്. ഉമ്മ, എന്താ ഉമ്മാന്റെ വർത്താനം? സുഖല്ലേ? ആ, ഇതാരപ്പത്? റസിയേ? നിന്നെ കണ്ടിട്ട് കാലം എത്ര ആയടി? എന്താ ഇപ്പൊ ഇന്ന് പതിവില്ലാണ്ട്? ബഷീർ വന്നിട്ടില്ലേ? മൂപ്പർക്കൊന്നും വരാൻ ഒഴിവില്ലമ്മ. അവിടെ 100 കൂട്ടം പണിയുള്ളതല്ലേ. ഞാൻ എന്നപ്പോ നിങ്ങൾ ആലോചിച്ചിട്ട് ബസ്സിനാ വന്നത്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും വന്നിട്ട് പോക്ക് നടക്കില്ലാട്ടമ്മ. നല്ല ഇടങ്ങാറാണ്. അതിന് ഉമ്മാക്കൊന്നും തോന്നണ്ടാട്ടോളി. അതിനിപ്പോ എനിക്ക് എന്താ തോന്നണ? അതല്ല, ഉമ്മ ഇപ്പൊ അവിടെ വെയ്യാണ്ട് കിടക്കല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഇടയ്ക്ക് എന്തായിരിക്കും വന്നിട്ട് പോകാണ്ടിരുന്നാലേ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയില്ലേ. അതുകൊണ്ട് പറഞ്ഞതാണേ. അതൊന്നും കുഴപ്പമില്ല കുട്ടിയെ. എന്നെ ഇപ്പൊ ഫസീല പൊന്നു പോലെ നോക്കുന്നുണ്ട്. ഇനിയിപ്പൊ അതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിക്കണ്ട. അവള് കൊറേ നോക്കണുണ്ട്. ഇതൊക്കെ അവള് നമ്മുടെ മുമ്പിൽ മെയിനാകാൻ വേണ്ടി ചെയ്യുന്നതല്ലേ അമ്മ. അല്ലാണ്ട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിട്ടാണെന്നാ വിചാരിച്ച്? നല്ല സാധനം. നീ ഒന്നും ഉണ്ടാണ്ടിരിക്കേ. ഇപ്പൊ ഇതൊന്നും അവള് കേട്ടിട്ട് വരണ്ട. ആ പിന്നെ അമ്മ, ഞാൻ വൈകുന്നേരത്ത് തന്നെ തിരിച്ചു പോകട്ടോളി. എനിക്ക് രാത്രി സ്ഥലം മാറി കാരണം തീരെ ഉറക്കം വരില്ല. നീ എപ്പോഴാടി വന്ന്? ആ, ഞാൻ ഇതപ്പോ വന്നോളൂക്ക. നീ എങ്ങനെ വന്ന്? അളിയൻ വന്നിട്ടില്ലേ? ഇല്ലേ, ഞാൻ തന്നെ വന്നിട്ടുള്ളൂ. മൂപ്പർക്ക് വരാൻ പറ്റിയില്ല. ഞാൻ ബസ്സിനാ വന്നത്. എനിക്ക് വൈകുന്നേരത്ത് തന്നെ അങ്ങോട്ട് എത്തുമാണേ. വൈകുന്നേരത്ത് പോണത് അവിടെ നിൽക്കട്ടെ, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ, ഞാൻ അങ്ങോട്ട് വരേക്ക. എന്നാലേ ഞാൻ എന്താ കാര്യം നിറഞ്ഞിട്ട് വരാട്ടോളിമ്മ. ഇക്ക, താത്ത വന്നിട്ടില്ലല്ലോ. ഞാൻ 2 ദിവസം എന്റെ വീട്ടിൽ നിൽക്കാൻ പോട്ടെ. നീ ഇപ്പൊ എന്തിനാ നിന്റെ വീട്ടിൽ പോണേ? അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ പോകുന്നു വേണ്ടേ? ഇവിടെ മഴ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയോ? എന്തായാലും റസിയ വന്നിട്ടുണ്ടല്ലോ, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകട്ടെ, എന്നിട്ട് പോവാ. എന്തിനൊക്കെ എന്നെ വിളിച്ചത്? നീ അവിടെ ഇരിക്കും, നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഉമ്മാനിപ്പോ കുറെ ആയിട്ട് ഫസീൽ ഒറ്റയ്ക്ക് തന്നെയല്ലേ നോക്കണത്. അവൾക്കിപ്പോ തീരെ വയ്യാണ്ടായിരിക്കണം. ഉമ്മാനെ നോക്കാനുള്ള കൽപ്പൊന്നും ഇപ്പൊ അവൾക്കില്ല. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? ആമക്കൾ തന്നെയല്ലേ ഉമ്മാനെ നോക്കേണ്ടത്, അല്ലാണ്ട് എനിക്ക് കൊണ്ടുപോയി നോക്കാൻ പറ്റുമോ? അതിന് നീ കൊണ്ടുപോയി നോക്കൊന്നും വേണ്ടേ, ഇടയ്ക്ക് ഒരു 4 ദിവസം വന്നിട്ട് ഇവിടെ നിന്നിട്ട് പോയാൽ മതി. എന്ത് വർത്താനാണ് ഇക്ക പറയണത്? എനിക്ക് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പോകാൻ പറ്റുക? അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയാ? ഫസീലൊക്കെ എന്തായാലും ഉമ്മാനെ നോക്കാൻ വയ്യ. ഉമ്മ കാരണം ഇപ്പൊ അവൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റാണ്ടായിരിക്കണം. ആകെ കുറച്ച് നിങ്ങൾ അറിയണം. ഒന്നും അറിയാണ്ടിരുന്ന എങ്ങനെ കാര്യം നടക്കുക? എനിക്ക് എന്തായാലും വന്ന് നിൽക്കൽ നടക്കില്ലാട്ടാ. നമുക്ക് വേറെ എന്തെങ്കിലും വഴികളുണ്ടോ നോക്കാം. അല്ലാണ്ട് എനിക്ക് ഇടയ്ക്കും തലയ്ക്കും വന്ന് നിൽക്കൽ നടക്കില്ല. നീ വെല്ലിക്കാനെ വിളിച്ച് കാര്യം പറയേ. കുറച്ചു ദിവസം ഉമ്മാനെ അവര് കൊണ്ടുപോയി നോക്കട്ടെ. അവിടെ ഇക്കാനെയൊക്കെ ഞാൻ വിളിച്ചതാണ്. അപ്പൊ ഓരോ കാരണം പറഞ്ഞ മൂപ്പര് അങ്ങോട്ട് ഒഴിവായി. അതെങ്ങനെ പറഞ്ഞാ പറ്റുക? ഉമ്മ വെല്ലിക്കാനും കൂടി ഉമ്മയല്ലേ. കുറച്ചു ദിവസം അവരും കൊണ്ടുപോയി നോക്കട്ടെ. എന്നിട്ട് അവരും അറിയട്ടെ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട്. ഞാൻ എന്തായാലും മൂപ്പരെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ആലോചിക്കാം എന്താ വേണ്ടെന്ന്. ഹലോ ഇക്ക, അസ്സലാമലൈക്കും. പിന്നെ റസിയ വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാണ്ടായിരുന്നു. ഇക്കാക്ക് വൈകുന്നേരത്ത് ഇതുവരെ ഒന്ന് വരാൻ പറ്റുമോ? വരുമ്പോ താത്താനെ ഒന്ന് കൂട്ടിട്ട് വാ. കാര്യം ഇപ്പൊ എന്താന്ന് വെച്ചാ, അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കാം. എന്തായാലും വരുമ്പോ താത്താനെയും കൂട്ടിട്ട് വാ. ശരി എന്നാ. നിങ്ങൾ എന്തിനാ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ നിൽക്കുന്നത്? ഉമ്മാന്റെ കാര്യമെന്ന് പറഞ്ഞ ഈ വഴിക്ക് തിരിയാൻ നിൽക്കില്ലേ കെട്ടിയോരും കുട്ടിയോളൂ. എന്തായാലും വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വരട്ടെ. വന്നാ കാണാം. ഞാനേ ഉമ്മക്ക് കഞ്ഞി കൊടുക്കട്ടെ. എന്തിനാ നീ അർജന്റായിട്ട് നമ്മളിനൊക്കെ വരാൻ പറഞ്ഞത്? എനിക്ക് കടയിൽ നിന്ന് ഇരിയ ഒഴിവില്ല. അതിന്റെ ഇടയിലപ്പോ ഞാൻ ഓടിപ്പിടിച്ച് വന്നത്. വരാൻ പറഞ്ഞത് വേറൊന്നിനല്ല, ഉമ്മ അത്രയും കാലം ഇവിടെ തന്നെ ആയിരുന്നില്ലേ. ഇനി അത് പറ്റില്ല. ഇനി ഓരോ ആഴ്ച ഓരോരുത്തർ വണ്ടി നോക്കണം ഉമ്മാനെ. അതെന്ത് വർത്താന റസാക്കി നീ പറയുന്നത്? ഈ വയ്യാത്ത ഉമ്മാനെ എവിടേക്ക് കൊണ്ടുപോവാനാ? അതൊന്നും പറ്റില്ല. എന്നാ വേണ്ട, ഓരോ ആഴ്ച ഓരോരുത്തർ വന്ന് നിൽക്കും. അല്ലാണ്ട് ഇപ്പൊ എന്താ? അതിപ്പോ എങ്ങനെ വന്ന് നിക്കാൻ പറ്റിയ റസാക്കെ?
അവിടെ ഇപ്പൊ ഫർസാനന്റെ കുട്ടിന് 40 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? എല്ലാരും ഇങ്ങനെ ഓരോ ഒഴിവുകൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇപ്പൊ 3-4 മാസമായിട്ട് ഫസീൽ ഒറ്റയ്ക്ക് തന്നെയല്ലേ നോക്കണത്. ഇനി അവൾക്ക് എന്തായാലും ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഉമ്മാന്റെ ചെലവിൽ മാസം 3500-4000 റുപ്യ വേണം. ഇതൊക്കെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടണ്ടേ? റസിയാന്റെ അടുത്ത് വന്നപ്പോൾ അവൾക്കും കൊണ്ടുപോയി നോക്കാൻ വയ്യ. ഞാൻ വേണമെങ്കിൽ മാസം ഒരു 2500 റുപ്യ തരാം. അത്രയ്ക്ക് ഇപ്പം എന്നെയും കൊണ്ട് പറ്റുള്ളൂ. അല്ലാണ്ട് ഉമ്മാനെ കൊണ്ടുപോയി നോക്കണ കാര്യമൊന്നും നടക്കില്ല. അതെന്ത് വർത്താനാണ് വലിയൊക്കെ പറയുന്നത്? പൈസ കൊടുത്തോണ്ട് മാത്രം ഉമ്മാന്റെ കാര്യം നടക്കുമോ? എന്നാ നീ കൊടുക്ക് പൈസ. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞതേ. അതിനെന്തിനും വലിയൊക്കെ എന്റെ അടുത്ത് ചൂടാവുന്നത്? ഇനി ഇതിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും തല്ലുണ്ടാക്കണ്ട. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. അത് കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും ഉമ്മാനെ നോക്കാൻ സമയമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ വേറെന്താ ചെയ്യാ? ഉമ്മാനെ നമുക്ക് വേറെ ഏതെങ്കിലും വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കാം. അല്ലാ, നാട്ടുകാര് കേട്ട എന്താ പറയാ? നമ്മള് 3-4 മക്കളുണ്ടായിട്ടേ ഉമ്മാനെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാല് നാട്ടുകാര് കളിയാക്കി ചിരിക്കില്ലേ? എന്താ റസാക്കി, നിനക്ക് ബുദ്ധി ബോധമൊന്നും ഇല്ലാണ്ടായോ? നാട്ടുകാരെ നോക്കിയിട്ടൊന്നും കാര്യം നടക്കില്ല താത്ത. നമുക്കിപ്പോ നമ്മുടെ കാര്യം നോക്കുക. ഇക്കാക്കുമ്പോ ഇതിലെന്താ പറയാനുള്ളത്? എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ ഇപ്പോ ഞാൻ വേറെന്താ പറയുന്നു? നമുക്കൊന്ന് ആ വഴിക്ക് നോക്കാം. നീ എന്തായാലും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. എന്നിട്ട് വിവരം തന്നാ മതി. ഞാനിപ്പോൾ കടയിൽ പോട്ടെ. അപ്പോൾ അവിടെ നല്ല തിരക്കുള്ള സമയമാണ്. പാടി പോവാ. ആ, എന്നാ നീ പോയിക്കോ. ഞാൻ അന്വേഷിച്ചിട്ട് വിവരം പറയാം. ഇക്ക, ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ഉമ്മാനെയും കൊണ്ട് ഇറങ്ങാം. ഇല്ല, വേണ്ട, താത്തയൊന്നും വരേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് ഇപ്പൊ ഇവിടൊന്നും വരുന്നില്ല. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഇവിടൊന്നും വന്നാൽ ശരിയാവില്ല. റസിയാന്റെ അടുത്ത് വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവള് വരും. നമുക്ക് 3 കൂടെ അങ്ങോട്ട് പോവാം. ശരി ശരി. എന്നാ എന്തായാലും വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ. ശരി ശരി. പിന്നെ നിങ്ങളൊന്നും പോകാൻ നിൽക്കണ്ട. കുട്ടികൾക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലമല്ലേ അത്. ഞങ്ങളും വരുന്നുണ്ട്. വെളിമാനെ പോലെ ഇപ്പാക്കും ഉമ്മാക്കും വയസ്സായി ഞങ്ങളെല്ലാവരും കൊണ്ടാക്കേണ്ടത്. അപ്പൊ ഞങ്ങൾക്കും അറിയണം സ്ഥലം.